നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന UDF കലാജാഥയ്ക്ക് കുന്നംകുളത്ത് ആവേശോജ്വല തുടക്കം. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ഇരിക്കുന്നിടം മുടിക്കുന്നവൻ എന്ന തെരുവ് നാടകമാണ് കലാജാഥയുടെ പ്രധാന ആകർഷണം. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ഗിന്നസ് സാദൂർ ആദൂരും നിയോജകമണ്ഡലം ചെയർമാൻ സാംസൺ പുലിക്കോട്ടിലും ചേർന്നാണ് ജാഥ നയിക്കുന്നത്. അഡ്വക്കേറ്റ് ER ലിജേഷാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യനാണ് കോർഡിനേറ്റർ. സഫിയ നിലമ്പൂർ, സുഷിത് കലാഭവൻ, രവീന്ദ്രൻ കലാഭവൻ, നിഷാന്ത് കലാഭവൻ, രാംദാസ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ജാഥ കടന്നുപോകും. ചടങ്ങിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പുലിക്കോടൻ, ലത്തീഫ് വട്ടംപാടം, വാസു കോട്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വോട്ടർമാരിലേക്ക് രാഷ്ട്രീയ സന്ദേശങ്ങൾ സർഗാത്മകമായി എത്തിക്കുകയാണ് കലാജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ളതായ കഴിഞ്ഞ കാലഘട്ടത്തിലെ നാം മറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആ തിക്താനുഭവങ്ങളുണ്ടല്ലോ, ആ തിക്താനുഭവങ്ങളിലൂടെ ഇതാ ഈ നാടകം കടന്നു പോവുകയാണ്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ശബരിമലയിൽ സ്വർണം കെട്ടുകൊണ്ടുപോയതും അതുപോലെ തന്നെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി അടക്കമുള്ളതായ വ്യക്തികൾ കരുവന്നൂർ ബാങ്കിൽ കാട്ടിക്കൂട്ടിയതായ പേക്കൂട്ടുകളും അഴിമതിയും അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആത്മഹത്യ ചെയ്തതും ഹാർട്ട് അറ്റാക്കായി മരിക്കുകയും ചെയ്തതായ കാര്യങ്ങൾ നമുക്കറിയാം. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളറക്കാട് മേഖലാ കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. വെള്ളറക്കാട് NV ആന്റണിയുടെ ഗൃഹത്തിൽ ചേർന്ന സമ്മേളനം KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി VK രഘുസ്വാമി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ്, K ജയശങ്കർ, സ്വപ്ന രാമചന്ദ്രൻ, KC മൊയ്തുട്ടി, ഷറഫു പന്നിത്തടം, ഗഫൂർ കടങ്ങോട്, ആൻഡോ പോൾ, സജീവ് ചാത്തനാത്ത്, അക്ഷയ് വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൌമാരക്കാരുടെയും യുവാക്കളുടെയും കായിക സ്വപ്നത്തിന് നിറം പകരാൻ മറ്റം സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. മറ്റം തിരുവത്ര റോഡിൽ സജ്ജമാക്കിയ അക്കാദമിയുടെ ഉദ്ഘാടനം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. മറ്റം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ജസ്റ്റിൻ കാക്കശ്ശേരി അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ് മുഖ്യാതിഥിയായി. സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ പ്രതിഭകളെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരി, ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ കോച്ച് PB ജയകുമാർ, ഏഷ്യൻ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് KM ആന്റണി, സന്തോഷ് ട്രോഫി മുൻ താരം കുഞ്ഞുകൃഷ്ണൻ, ദേശീയ ഹോക്കി മുൻ താരം ടിന്നു M ടൈറ്റസ്, ചലച്ചിത്ര സംവിധായകൻ ടോം ഇമ്മട്ടി, സ്പോർട്സ് അക്കാദമി ഭാരവാഹികളായ ബിനു K എടക്കളത്തൂർ, ഷിജോ വർഗീസ്, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പരിധിയിലും പരിസര പ്രദേശങ്ങളിലും കായിക മേഖലയിൽ മികവ് തെളിയിച്ച വിവിധ പ്രായത്തിലുള്ള കായിക പ്രതിഭകൾ, കോച്ചുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1/2 ഏക്കറിലേറെ വിസ്തൃതിയിലുള്ള ഭൂമിയിൽ സജ്ജമാക്കിയ മറ്റം സ്പോർട്സ് അക്കാദമിയുടെ പ്രാരംഭഘട്ടത്തിൽ ഫുട്ബോൾ, ഷട്ടിൽ, സ്വിമ്മിംഗ്, ഇൻഡോർ ഗെയിംസ് എന്നിവയിലാണ് വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് പരിശീലനം നൽകുക. അവധിക്കാലത്ത് വിവിധ കായിക ഇനങ്ങളിലും കുട്ടികൾക്ക് പരിശീലനത്തിന് സൌകര്യമുണ്ടാകും. കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളൊക്കെ സെലക്ഷന് പോകുമ്പോൾ, ഞാനായാലും വിനയനായാലും സെലക്ഷന് പോകുമ്പോൾ ഞങ്ങൾ കളിക്കാൻ പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ സെലക്ഷന്. ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അക്കാഡമിയുടെ ഒരു സെലക്ഷൻ വെച്ചാൽ ഏറ്റവും അധികം വരുന്ന പാരൻസാണ്. കാരണം കുട്ടികളുടെ കൂടെ, കാരണം ഫുട്ബോൾ അത്രയും പോപ്പുലർ ഗെയിമായി, കാരണം പൈസയ്ക്ക് പൈസ, ഫെയിം. അപ്പം അതുകൊണ്ട് പാരൻസ് എന്തായാലും വന്ന് പിള്ളേരുടെ ഭയങ്കര പ്രോത്സാഹനം കൊടുക്കണമെന്ന വലിയ കാര്യമാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡെന്റൽ ക്ലിനിക്കുകളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന DSafe പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. IDA കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ദയ റോയൽ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഡെന്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ സമ്പൂർണ്ണ ഹെപ്പറ്റൈറ്റിസ് നിവാരണം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ വാക്സിനേഷൻ ഡ്രൈവ് ഡോക്ടർ സുനിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ദന്ത ഡോക്ടർമാരായ ഡോക്ടർ പൌലോസ്
ഡോക്ടർ വിനോദ്, ഡോക്ടർ സജീവ്, ഡോക്ടർ അബ്ദുൾ ലത്തീഫ്, ഡോക്ടർ പ്രദീപ്, ഡോക്ടർ സിബി ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു. ഡെന്റൽ ക്ലിനിക്കുകളിലെ ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ 144 പേർ പദ്ധതിയുടെ ഭാഗമായി വാക്സിൻ സ്വീകരിച്ചു. CDH കൺവീനർ ഡോക്ടർ സോന, ദയ റോയൽ ആശുപത്രി സീനിയർ ഡോക്ടർ ഗ്രിഗറി, ഡോക്ടർ ശ്രുതി, ഡോക്ടർ അനുഷ, ഡോക്ടർ അൻഫാസ് എന്നിവർ നേതൃത്വം നൽകി. പെരിന്തുരുത്തി AS സ്കൂൾ വാർഷികം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PP അഖിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. സ്മിത ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സുജ C. ജോർജ്, PTA പ്രസിഡന്റ് ഉൽഫത്ത് റഷീദ്, MPTA പ്രസിഡന്റ് സജന തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ നിർവഹിച്ചു. അഭിപ്രായങ്ങൾ തെരഞ്ഞെടുക്കപ്പെടലുകളായി മാറുന്ന ഇക്കാലത്ത് സെക്കുലറായ ഇടങ്ങൾ ഉണ്ടാകുക പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ PU പ്രകാശൻ, PA അശോകൻ, ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ഫരീദ് അലി എരുമപ്പെട്ടി, KR രാധിക, KM അക്ബർ അലി, PT സുശാന്ത് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിന്റെ സ്നേഹസംഗമം നടന്നു. 1981 കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കുന്നംകുളം കീഴൂരിൽ ശ്രീ വിവേകാനന്ദ കോളേജ് ആരംഭിക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം SVC ഫസ്റ്റ് ബാച്ച് എ പേരിൽ വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചാണ് സ്നേഹസംഗമം നടത്തിയത്. 60 വയസ്സായ ഇവരിൽ പലരും സർക്കാർ ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്തവരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരമാക്കിയവരുമാണ്. വാട്സ്ആപ്പ് കൂട്ടായ്മ തുടങ്ങിയതിന്റെ 5ാം വാർഷികത്തിലാണ് എല്ലാവരും ഒത്തുചേർന്ന പഴയകാല സൗഹൃദം പുതുക്കിയത്. സലീം മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാന്തകുമാരിയുടെ കനിവിന്റെ തീർത്ഥഗണങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ഞമ്മനേങ്ങാട്, ബാബു കുണ്ടുകുളം, അനിൽ TK, സുധകുമാർ VK തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,80,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം ചെമ്മന്തിട്ട പുതുമന ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അജിതകുമാരി നിര്യാതയായി. 62 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തും. അനീഷ്, വിനീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.